വാഹനങ്ങളോട് ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും. കാറുകളോടും ബൈക്കുകളോടും ഓഫ് റോഡ് വാഹനങ്ങളോടുമൊക്കെ പ്രത്യേക താല്പര്യമുണ്ടാകും പലർക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി KSRTC ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ചെറുപ്പം മുതലേ KSRTC ബസ്സുകളിലാണ് ഈ പൊന്നാനിക്കാരന്റെ യാത്ര. എവിടെ പോവുകയാണെങ്കിലും KSRTC ബസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരാൾ. മലപ്പുറം പൊന്നാനി സ്വദേശി അരവിന്ദനും KSRTC ബസ്സും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ പറയാം. അരവിന്ദന് KSRTC എന്നാൽ ജീവനാണ്. KSRTC ബസ്സിലെ ഈ യാത്ര നൽകുന്ന സുഖം മറ്റൊരു യാത്രയ്ക്കും കിട്ടില്ലെന്നാണ് അരവിന്ദൻ പറയുന്നത്. ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് KSRTCയോടുള്ള ഇഷ്ടം. ചെറുപ്പം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഞാനിത് ഈ വണ്ടി KSRTC കണ്ട എനിക്ക് വല്ലതൊരു ഒരു ആരാധന. ചിലപ്പോൾ കൂടുതൽ ഞാൻ അതിൽ യാത്ര ചെയ്യാറുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ തൃശ്ശൂർക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ പൊന്നാനി ഡിപ്പോ എന്നുള്ള പൊന്നാനിക്ക് എടപ്പാളിൽ KSRTCൻ്റെ അതിൽ കയറും, അല്ലെങ്കിൽ വേറെ കയറിയിട്ട് എടപ്പാൾ പോയിട്ട് ഞാൻ എടപ്പാളിന് തൃശ്ശൂർക്കുള്ള ബസ്സിൽ KSRTCയിൽ യാത്രയുള്ളൂ. അത് തിരിച്ചു വരുമ്പോഴും അതന്നെ എടപ്പാൾ ബസ് കാത്തു നിന്നിട്ട് അത്രയും എത്ര ലേറ്റായാലും അതിൽ യാത്രയേ ഉള്ളൂ. പുതിയ വീട് പണിതപ്പോൾ വീടിന് മുന്നിൽ ഒരു ഔട്ട് ഹൗസായി പഴയ KSRTC കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി. അന്വേഷിച്ചു ചെന്നപ്പോൾ നിയമക്കുരുക്കുകൾ. ഒടുവിൽ മിനിയേച്ചർ കൊണ്ട് തൃപ്തിപ്പെട്ടു. ഞാനിപ്പോൾ വീട് പണി എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഔട്ട് ഹൗസ് അവിടെ ചെയ്യാൻ വേണ്ടി ഞാൻ KSRTC പഴയ ബസ് കിട്ടുകയാണെങ്കിൽ അത് കൊടുത്തിട്ട് ഫർണിഷ് ചെയ്തിട്ട് അവിടെ പുറത്ത് വെച്ചത്. അപ്പോൾ വണ്ടി KSRTC ഒരു മോഡലായി. അപ്പോൾ അതിനുവേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ട്സ് അവരെ കൂട്ടിയിട്ട് കണ്ടനാഗോൺ ഡിപ്പോ ഉണ്ടല്ലോ വർക്ക്ഷോപ്പ്, അവിടെ പോയിട്ട് അന്വേഷിച്ച് KSRTCനെ പറ്റിയിട്ട്. അപ്പോൾ അവർ അതിന് കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആ പരിപാടി മേടിച്ചു. പിന്നെ മിനിയേച്ചർ ഇങ്ങനെ പോയി യൂട്യൂബിൽ കണ്ടിട്ട് അത് കോട്ടയത്ത് പോയിട്ട് ഒരാളെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിച്ച. പ്രവാസിയായിരുന്നു അരവിന്ദൻ. ഇപ്പോൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലാണ്. എങ്ങോട്ടെങ്കിലും പോകാനില്ലെങ്കിലും ചിലപ്പോൾ വെറുതെ ഒന്ന് KSRTCയിൽ കറങ്ങി വരും. ഇനിയുള്ള കാലവും യാത്ര KSRTCയിൽ തന്നെയാകും. ആ യാത്രയ്ക്ക് വല്ലാത്തൊരു സുഖമുണ്ടെന്നാണ് അരവിന്ദൻ പറയുന്നത്. അരവിന്ദനെ പോലെ നിരവധി പേരാണ് KSRTC ബസ്സിൽ മാത്രം യാത്ര ചെയ്യുന്നവരായിട്ടുള്ളത്. പക്ഷേ എല്ലാ കാലത്തും KSRTC നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് പറയാറുള്ളത്. KSRTCക്ക് നേട്ടത്തിൻ്റെ കണക്കുകൾ കൂടി പറയാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 തിരൂർ.